സ്പോട്ട് ലൈവ് തുടരുന്നു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ പോലീസ് നടപടിയിൽ സർക്കാർ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടും വിവാദം അവസാനിക്കുന്നില്ല. ഒട്ടേറെ പ്രയാസങ്ങൾ സഹിച്ചാണ് പൂരം നടത്തിയതെന്ന് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു. പോലീസ് നിയമങ്ങൾക്കനുസരിച്ച് ആചാരങ്ങൾ മാറ്റാൻ ഇനി തയ്യാറല്ലെന്നും പൂരം നടത്തിപ്പ് പൂർണ്ണമായും ദേവസ്വങ്ങളെ ഏൽപ്പിക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സുന്ദർ മേനോൻ ആവശ്യപ്പെട്ടു. ഇത് വളരെ ദൗർഭാഗ്യകരമായി പോയി. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ മാത്രമല്ല, ഈ ലോകത്തിലെ എല്ലാ മലയാളികൾക്കും, പൂരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെയധികം വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ് അന്നുണ്ടായത്. മാത്രമല്ല, ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ഒരുപാട് ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് ഞങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കുറച്ച് വർഷങ്ങളായി ഇത് തുടങ്ങിയിട്ട്. എത്ര പറഞ്ഞാലും, മീറ്റിങ്ങിൽ ആവർത്തിച്ച് കാര്യങ്ങൾ പറഞ്ഞാലും ഇവിടെ വന്നാലൊക്കെ മാറി. പോലീസ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് നിയന്ത്രണങ്ങൾ അവർ വെച്ചോട്ടെ, പക്ഷെ അനാവശ്യ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറാൻ അവർ പാടില്ല. മാത്രമല്ല, കുറേ കൂടി ജനകീയമാവണം. അപ്പോൾ ഈ ഞങ്ങളുടെ ആവശ്യം എന്താണെങ്കിൽ വരും വർഷങ്ങളിൽ ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ സ്ഥിരമായ ഒരു സംവിധാനം അത് നിയമസഭയിൽ അവതരിപ്പിച്ചുകൊണ്ട്, പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട്, അത് മന്ത്രിസഭാ യോഗം കൂടി ഇനി ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും വെടിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും തൃശ്ശൂർ പൂരം അതിൻ്റെ നടത്തിപ്പ് ഞങ്ങൾക്ക് തരാം. സുരക്ഷാ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് ജനങ്ങളുടെ സുരക്ഷ, മറ്റുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കോട്ടെ. മുൻകാലങ്ങളിൽ എങ്ങനെയാണോ പൂരം നടന്നിരുന്നത് അതുപോലെ തന്നെ പൂരം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ ഉള്ള അനുമതി അത് ഞങ്ങൾക്ക് ഉണ്ടാവണം. ഓരോ വർഷവും യോഗം കൂടി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഞങ്ങളെ വിളിച്ച് ഓരോ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അവരാണിപ്പോൾ നടത്തുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു കാര്യത്തിലും നമുക്ക് എന്താ പറയുക, നല്ല രീതിയിൽ ഞങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. സംഭവത്തിന് പിന്നാലെ കമ്മീഷണർക്കും അസിസ്റ്റന്റ് കമ്മീഷണർക്കുമെതിരെ നടപടി ഉണ്ടായിരുന്നു. നടപടിക്ക് ശേഷവും പൂരത്തിലെ രാഷ്ട്രീയ വിവാദം ഒടുങ്ങുന്നില്ല. ചടങ്ങുകൾ അലങ്കോലമായതിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് സുരേഷ് ഗോപിയും പ്രതികരിച്ചത്. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കെ മുരളീധരനും ആവശ്യപ്പെട്ടു. തൃശൂർ പൂരത്തിനിടെയുണ്ടായ സംഭവങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവശ്യപ്പെടുന്നത്. ന്യായങ്ങളൊക്കെ പറഞ്ഞ് ആൾക്കാരെ തല്ലിയത് വരെ ആദ്യത്തെ ചരിത്രമാണല്ലേ. അവരക്രമത്തിന് വന്നതല്ലല്ലോ. അവരുടെ ആസ്വാദനമില്ലെങ്കിൽ പൂരപ്രേമികൾ മാത്രമല്ല, ഇത് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതിനകത്തുനിന്ന് ഒരുപാട് കമേഴ്ഷ്യൽസ് അല്ലേ. ആ കമേഴ്ഷ്യൽ ശൃംഖലയോട് നിങ്ങൾ ടി വി ചാനലുകൾ എന്ത് ഉത്തരം പറയും? ഇതെല്ലാം ബിസിനസ് അല്ലേ. പൂരപ്പറമ്പിൽ എത്ര ദിവസത്തെ കച്ചവടമാണ് നടക്കുന്നത്? അതിന് GST ഇല്ലേ? അത് വരുമാനമല്ലേ? എക്സിബിഷൻ മുടക്കിച്ചില്ലേ? ഇതുവരെ സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ? സ്റ്റോള് പൂട്ടിച്ചില്ലേ? അറിഞ്ഞോ നിങ്ങൾ? എന്നെ 2 മണിക്ക് വിളിച്ച് ഞാൻ അവിടുന്ന് 2:10 പുറപ്പെട്ട് അവിടെ ഒരു 2:20 എത്തി. എന്നെ 3/4 മണിക്കൂർ ബ്ലോക്ക് ചെയ്തിട്ടു. ഞാൻ ആരെയൊക്കെ വിളിക്കണോ അവരെല്ലാം വിളിച്ച് കെഞ്ചിയതാണ്. എനിക്ക് പറ്റാത്ത കണ്ടീഷനായിരുന്നു. എന്നിട്ടും സേവാഭാരതിയാണ് വന്ന് എന്നെ അവിടെ എത്തിച്ചത്. അവിടെ പോയി അവരോട് സംസാരിച്ചു. ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു. കാരണം അതെല്ലാം ദേവസ്വത്തിൻ്റെ അവകാശങ്ങളുണ്ട്. അതിനെ നമുക്ക് അങ്ങനെ അങ്ങ് വീറ്റോ ചെയ്യാനൊന്നും ഒക്കത്തില്ല. നമ്മൾ ഔട്ട്സൈഡേഴ്സാണ്. ജനങ്ങൾക്ക് വേണ്ടി അവരുടെ അടുത്ത് പോയി സംസാരിച്ചു. അവർക്ക് അതിൻ്റെ ന്യായം മനസ്സിലായി. അവർ വെടിക്കെട്ട് പകലായാലും നടത്താനങ്ങ് തീരുമാനിച്ചു. വൈകുന്നേരത്തേക്ക് പെർമിഷൻ ചോദിച്ചാണ്. ഗൂഢാലോചന എന്ന് ഞാൻ വീണ്ടും പറയുന്നത്, കമ്മീഷനെ മാറ്റിക്കൊണ്ട് പ്രശ്നം തീരില്ല. അന്ന് രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ എൻക്വയറി നടത്തണം. പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികൾ ആരാണെന്ന് ജനത്തിനറിയണം. ഇത് ഒരു തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. പൂര ദിവസം അവിടെ കാണാത്ത BJP സ്ഥാനാർത്ഥി പെട്ടെന്ന് അർദ്ധരാത്രി സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നപ്പോൾ തന്നെ എന്തൊക്കെയോ ചില കളികൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒന്നിനോടും
ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. ജുഡീഷ്യൽ എൻക്വയറി നടത്തി പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികളെ ജനത്തിൻ്റെ കൺമുമ്പിൽ കൊണ്ടുവരണം. അടുത്ത രാത്രി ആയതുകൊണ്ട് രാജൻ അവിടെ നിൽക്കേണ്ടതാണ്. ബിന്ദുഗാനത്തിന് പിന്നെ രാത്രി ആയതുകൊണ്ട് ചിലപ്പോൾ അവർ പോയി കാണും. പക്ഷേ രാജന് ഉത്തരവാദിത്തമുണ്ട്. രാജനിത് കഴിയുന്നത് വരെ സ്ഥലത്ത് നിൽക്കേണ്ടതായിരുന്നു. വെറുതെ നിന്നിട്ട് കാര്യമില്ല, ശക്തമായിട്ട് നിർദ്ദേശം കൊടുക്കണം. ഇപ്പോൾ പെരുമാറ്റച്ചട്ടം ഉണ്ടെന്നൊക്കെ ശരിയാണ്, പക്ഷേ ഒരു ലോ ആൻഡ് ഓർഡർ വഷളാവുമ്പോൾ മന്ത്രിക്ക് ഇടപെടാം. അതിന് പെരുമാറ്റച്ചട്ടം പെരുമാറ്റച്ചട്ടം വരുന്നത് മന്ത്രി എന്ന നില ദുരുപയോഗം ചെയ്യുന്നതിനാണ് പെരുമാറ്റച്ചട്ടം. മന്ത്രി എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ട ചുമതല ചെയ്യുന്നതിന് പെരുമാറ്റച്ചട്ടം പ്രശ്നമില്ല. തൃശ്ശൂർ പൂരം മനഃപൂർവ്വമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലോട്ടാണ്. അതായത് അവിടെ ഒരു വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമാണ്. 2 മന്ത്രിമാര്, സംസ്ഥാന മന്ത്രിമാര് തൃശ്ശൂരിലെ ക്യാമ്പ് ചെയ്യുമ്പോഴാണ് എന്നിട്ട് ഒരു കമ്മീഷണറെ നടപടിയെടുത്ത് സ്ഥലം മാറ്റിയെന്ന് പറഞ്ഞ കമ്മീഷണർ മാത്രമാണ് ഉത്തരവാദിത്വം. 2 മന്ത്രിമാർ തൃശ്ശൂർ ക്യാമ്പ് ചെയ്യുമ്പോഴാണ്. അപ്പൊ അവരൊന്നും പറഞ്ഞ ഈ കമ്മീഷണർ കേൾക്കില്ലേ? തീർച്ചയായിട്ടും അന്വേഷിക്കണമല്ലോ. എന്തുകൊണ്ട് അങ്ങനെ നടന്നു എന്ന് അന്വേഷിക്കണ്ടേ? എന്തുകൊണ്ടാണ് അന്വേഷിക്കണതെന്ന്. ഇപ്പൊ എല്ലാവരും കൂടിയിട്ട് ഒരു കമ്മീഷണറുടെ ഇത് മാത്രം. ഈ കമ്മീഷണറാണ് സർവപ്രതാപി. ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ആൾക്ക് എന്താ ജോലി? തൃശ്ശൂർ പൂരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാത്രി 10:30 മണി തൊട്ട് ബഹളമാണ്. 2 മന്ത്രിമാരുണ്ട്, ഇന്റലിജൻസ് ഉണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്. ഈ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ഉറക്കമാണ് ഫുൾ ടൈം. ഈ കമ്മീഷണർ രാത്രി മുഴുവൻ, രാത്രി സന്ധ്യ കഴിഞ്ഞപ്പോ തൊട്ട് വെളുപ്പാങ്കാലം വരെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടാൻ വിട്ടുകൊടുക്കുന്ന ആഭ്യന്തര വകുപ്പാണോ? അങ്ങനെ ആ സ്ഥാനത്ത് ഇതേ ഇരിക്കരുതല്ല. ആഭ്യന്തര വകുപ്പ് ഒഴി, അതിന് യോഗ്യതയില്ലെങ്കിൽ ഇതൊക്കെ അവിശ്വസനീയമായ കാര്യങ്ങളല്ലേ? ഒരു കമ്മീഷണർ അലങ്കോലം കാണിക്കുകയാണെന്ന് ഒരു രാത്രി മുഴുവൻ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, കമ്മീഷണർക്കും അസിസ്റ്റന്റ് കമ്മീഷണർക്കെതിരെ നടപടി ഉണ്ടായിട്ടും പൂരവിവാദം അവസാനിക്കുന്നില്ല. അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സുരേഷ് ഗോപി തന്നെ തുറന്നടിക്കുന്നു. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് മുരളീധരനും വി ഡി സതീശനും ആവശ്യപ്പെടുന്നു. അത് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെയാണ് വലിയ രീതിയിലുള്ള, അതായത് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും ചൂടേറിയ മത്സരം നടക്കുന്ന തൃശ്ശൂരിൽ ഇത്തരമൊരു വിവാദം ഉയർന്നിരിക്കുന്നത്. ഏത് രീതിയിലുള്ള ഗൂഢാലോചന ഉണ്ട് എന്നാണ് ഇവർ ആരോപിക്കുന്നത്? അതായത് ഇത് കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് വളരെ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ്. കമ്മീഷണർ പലരെയും തടയുന്നു. ആനയ്ക്ക് ഭക്ഷണം കൊണ്ടുപോയ ആളുകളെ പോലും തടയുന്ന കാഴ്ചകൾ കാണാൻ കഴിയും. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ CCTV ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അവിടെ പോലീസ് സേനയ്ക്കുള്ളിൽ പോലും വലിയ അതിർത്തി ഉണ്ടായി. അതായത് കമ്മീഷണറുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ അസിസ്റ്റന്റ് കമ്മീഷണറെയും ബലിയാടാക്കുന്നു. അസിസ്റ്റന്റ് കമ്മീഷണർ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിച്ചത് എന്ന് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ കൃത്യമായ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. കമ്മീഷണറെ മാത്രം ഇപ്പോൾ കമ്മീഷണറെയും അസിസ്റ്റന്റ് കമ്മീഷണറെയും പ്രതിക്കൂട്ടിലാക്കി ഈ പ്രശ്നത്തിൽ നിന്നും കൈയൊഴിയാനുള്ള ഒരു ശ്രമം ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ ആജ്ഞ? ടോം, അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷത്തിന്റെയും BJPയുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ഈ സമയത്ത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന്റെ നീക്കം വഴിവെച്ചു എന്നുള്ള വിലയിരുത്തലുകളാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് പോലും ഉണ്ടായത്. മുൻപ് കമ്മീഷണർ ഇതിൽ പങ്കില്ല, അല്ലെങ്കിൽ ഇത് മുഴുവൻ ACPയുടെ തലയിൽ വെച്ച് മാറ്റുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അതേ തുടർന്ന് പ്രക്ഷോഭം ശക്തമായതിനെ തുടർന്നാണ് കമ്മീഷണർക്കെതിരെ കൂടി നടപടി ഉണ്ടായത്. കമ്മീഷണർ അങ്കിത് അശോകിനെയും അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെയും സ്ഥലം മാറ്റാനുള്ള നടപടിയാണ്. തൽക്കാലം അവർക്ക് മറ്റു ചുമതലകളൊന്നും കൊടുത്തിട്ടില്ല. എന്നിരുന്നാൽ പോലും അടിയന്തരമായി മുഖ്യമന്ത്രി എടുത്ത നടപടി ഇതാണ്, ഇവരെ 2 പേരെയും സ്ഥലം മാറ്റുക എന്നുള്ളതാണ്. പക്ഷേ ഇതേ തുടർന്നും മറ്റു രാഷ്ട്രീയ കക്ഷികൾ ആരോപിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇത് ആരോപണം മാത്രമല്ല, ഈ പോലീസ് ഉദ്യോഗസ്ഥർ തൃശ്ശൂർ പൂരനഗരിക്ക് സമീപമുള്ള വലിയ ഹോട്ടലുകളിൽ, വൻകിട ഹോട്ടലുകളിൽ സൗജന്യമായി മുറികൾ ബുക്ക് ചെയ്തിരുന്നു. അതെന്തിനാണ് എന്ന് അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം എന്നൊരു കാര്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഇത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം, ഇതിൽ നടപടി ഉണ്ടാകണം, ഇതിൽ അന്വേഷണം ഉണ്ടാകണം എന്നൊരാവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി
VS സുനിൽകുമാർ ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും അതല്ലെങ്കിൽ മുരളീധരൻ ആണെങ്കിലും മുരളീധരൻ ജുഡീഷ്യൽ അന്വേഷണമാണ് ആവശ്യപ്പെട്ടത്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആരോപണം ഉന്നയിക്കുന്നതല്ലാതെ ഇതിനകത്ത് കോൺഗ്രസ് ഇന്ന് നമ്മളോട് തന്നെ റിയാക്ട് ചെയ്തത് ഇങ്ങനെയാണ്. തൃശൂർ പൂരത്തിൽ ഉണ്ടായത് എന്താണ്? അത് സുരേഷ് ഗോപിക്ക് തട്ടകം ഉണ്ടാക്കി കൊടുക്കാൻ CPM-ന്റെ അറിവോടുകൂടി ആണ് പോലീസ് ഇത്തരത്തിൽ അവിടെ പൂരം അലങ്കോലപ്പെടുത്താനുള്ള നടപടികൾ കൈക്കൊണ്ടത് എന്നൊരു ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ശബരിമലയിലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. അങ്ങനെയാണ് ശബരിമലയിൽ കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ വോട്ട് കൂടിയത്, BJPക്ക് വോട്ട് ശതമാനം കൂടിയത്. അത് തന്നെയാണ് ഇവിടെയും CPM ലക്ഷ്യമിടുന്നത് എന്നൊരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് ആണ് ഈ ഒരു ഇടപെടൽ, പോലീസിന്റെ ഈ ഒരു ഇടപെടൽ വഴിവെച്ചിരുന്നത്. എന്നിരുന്നാൽ പോലും പോലീസ് ആണെങ്കിലും ഭരണകൂടമാണെങ്കിലും വിവേകശൂന്യമായ അങ്ങേയറ്റം വിവേകശൂന്യമായ നടപടികളിലൂടെ ജനരോഷത്തെ അല്ലെങ്കിൽ ജനക്കൂട്ടത്തെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നു, അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ള ആരോപണ ശക്തമാണ്. ഇത്തരം നീക്കം അപലപനീയമാണ് താനും എന്ന് തന്നെയാണ് ഓരോ കക്ഷികളും ആരോപിക്കുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ വർഷവും ഇതേ സിറ്റി പോലീസ് കമ്മീഷണർ പൂരം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. രാത്രി പൂരം തടയാൻ ശ്രമിച്ചിരുന്നു. അതുപോലെ ജനങ്ങൾക്ക് നേരെ ലാത്തി വീശിയിരുന്നു. എന്നിരുന്നാൽ അതൊരു ചെറിയ ചർച്ചയിൽ ഒതുങ്ങി ആ ഒരു അവസ്ഥ, ഒരു സംഘർഷപൂർണമായ ഒരു അവസ്ഥയിലേക്ക് അത് മാറുന്നത് തടയാൻ അന്ന് ദേവസ്വം ബോർഡ് ഇടപെട്ടത് കൊണ്ട് കഴിഞ്ഞു. അതേ കമ്മീഷണറെ തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരു ഇടപെടലുകൾ നടത്തി സുരേഷ് ഗോപി വിജയിക്കാൻ വേണ്ടി, തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി ശബരിമലയ്ക്ക് സമാനമായ രീതിയിൽ തൃശൂർ പൂരവും ഒരു വിവാദ വിഷയമാക്കി എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. പക്ഷെ സുരേഷ് ഗോപി തന്നെയാണ് ആദ്യം പറഞ്ഞത് ആജ്ഞ ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരായിരിക്കും? സുരേഷ് ഗോപിക്ക് അനുകൂലമായ ട്രെൻഡ് സൃഷ്ടിക്കാൻ വേണ്ടി ഇത്തരം ഒരു പൂരത്തിൽ പ്രശ്നമുണ്ടായി, വിവാദമുണ്ടായി എന്ന് ആരോപിക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി ഗൂഢാലോചന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതല്ലെങ്കിൽ പൂരത്തിന്റെ രീതികൾ അതിനെപ്പറ്റി അറിവില്ലായ്മയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇതിന്റെ ചുമതലകളെ ഏൽപ്പിച്ചു എന്നൊരു അക്ഷന്തവ്യമായ തെറ്റാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്ന് വേണം പറയാൻ. പൂരത്തിൽ തന്നെ പൂരം തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. നേരത്തെ അനുസരിച്ച് നടന്ന ചർച്ചകൾ അനുസരിച്ച് രാത്രി 2 മണിക്കാണ് പ്രധാന റോഡുകൾ അടയ്ക്കും എന്നറിഞ്ഞിരുന്നത്. പക്ഷെ 10:30 തന്നെ അതിനുള്ള നടപടികൾ പോലീസ് ചെയ്യുന്നു. തൃശൂർ പൂരത്തെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് അങ്ങേയറ്റം ഗൃഹാതുരമായ ഒരു മൊമെന്റാണത്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് പൂരത്തെ കൊണ്ടെത്തിച്ചതിൽ അങ്ങേയറ്റം പ്രതിഷേധം അങ്ങോളം ഇങ്ങോളം ഉണ്ട് താനും. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പൂരവിവാദവുമായി ബന്ധപ്പെട്ട് കമ്മീഷണർക്കും അസിസ്റ്റന്റ് കമ്മീഷണർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറയുന്നു. ഇപ്പോഴും രാഷ്ട്രീയ വിവാദം അവസാനിച്ചിട്ടില്ല.